അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. മുൻപ് PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത്. തോട്ടം കാർഷിക മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചപ്പാത്ത് പച്ചക്കാട് മരുതംപേട്ട റോഡ്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് മരുതംപേട്ട റോഡിന്റെ സിമന്റ് പാലം മുതൽ മരുതംപേട്ട വരെയുള്ള ഭാഗം 15 വർഷം മുമ്പ് PMGSY പദ്ധതിയിലാണ് നിർമ്മിച്ചത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ല. റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. സ്കൂൾ ബസ്സുകൾ, ഓട്ടോറിക്ഷകളെല്ലാം ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇതുവഴി ഓട്ടം പോയാൽ ലഭിക്കുന്ന കൂലി വാഹനം പണിയാൻ പോലും തികയില്ലെന്ന് ടാക്സി ഡ്രൈവർമാർ പറയുന്നു. നാട്ടുകാർ ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾ അധികൃതർക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ പച്ചക്കാട് ഭാഗത്ത് കുറച്ചു ഭാഗം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാളിൽ ടാർ ചെയ്തിരുന്നു. കൂടുതൽ തകർന്ന ഭാഗങ്ങൾ ഒഴിച്ചിട്ട ടാറിംഗ് പൊളിയാത്ത ഭാഗത്താണ് പുതുതായി ടാറിംഗ് നടത്തിയതെന്ന ആക്ഷേപവും ഉയർന്നു. ഒപ്പം കോൺക്രീറ്റ് പണിയിലും ആരോപണം ഉയരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിർമ്മിച്ച റോഡുകളിൽ ഏറ്റവും നന്നായി നിർമ്മിച്ച ഒരു റോഡായിരുന്നു സിമന്റ് പാലം മുതൽ മരുതംപേട്ട ജംഗ്ഷൻ വരെയുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം. വളരെ നന്നായി തന്നെ അത് ഏറ്റെടുത്ത കരാറ് പണിക്കാർ സെൻറ് ജോർജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കമ്പനിയാണ് ഈ പണി പൂർത്തീകരിച്ചത്. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് ഒരു വട്ടം ജില്ലാ പഞ്ചായത്ത് ചെറിയ മെയിൻ്റനൻസ് നടത്തിയതിനപ്പുറം ഈ കഴിഞ്ഞ 9 വർഷം 10 വർഷക്കാലത്തിനിടയിൽ ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് വെച്ചുകൊണ്ട് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. മാറി മാറി വരുന്ന പഞ്ചായത്തുകളും ഇവിടെ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അടക്കം ഇതിന് വേണ്ടുന്ന ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇല്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ വാർഡിൻ്റെ പ്രതിനിധിയായി ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ വാർഡിൻ്റെ ഭാഗത്തെ കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് അത് കുറേ ഭാഗം ടാറിങ് നടത്തി എന്നതിനപ്പുറം അവിടെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ടാറിങ് നടത്തേണ്ട സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് നടത്തുവാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ കൃത്യമായി അവരുടെ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ചെയ്തതിനെ നമ്മൾ അധിക്ഷേപിക്കുകയല്ല, അത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. പക്ഷേ ഇപ്പോൾ സിമന്റ് പാലം മുതൽ മരുതംപേട്ട വരെയുള്ള പല ഭാഗങ്ങളിലും ഏതാണ്ട് കിലോമീറ്ററുകളോളം റോഡുകൾ കുണ്ടും കുഴിയുമായി തകർന്ന് വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ നടക്കുവാൻ കഴിയാത്ത വലിയ ഒരു സാഹചര്യമുണ്ട്. അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ കൂടിയാണ്. അപ്പോൾ പൊതുമരാമത്ത് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വ്യഗ്രത കാണിക്കുവാനായിട്ടുള്ള സാഹചര്യമുള്ളതിനാൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ വിഷയത്തിൽ വേണ്ടുന്ന ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം. PMGSY പദ്ധതി നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു.